അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്. ആദ്യം തന്നെ ഉരുളി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അത് ചൂടാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവോള അരിഞ്ഞ് മാറ്റി വെക്കണം. ഞാനൊരു 4 സവാള എടുത്തിട്ടുണ്ട്, 3 വലുതും ഒരു ചെറുതും. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. നൈസായി അരിഞ്ഞ് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വാടിക്കിട്ടും. പിന്നെ പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വാടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് വാടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇടവിട്ട് ഇളക്കിക്കൊണ്ടേ ഇരുന്നോളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ തന്നെ തക്കാളി കൂടി അരിഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ. ഞാനതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഞാൻ 2 തക്കാളി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി വാടി വന്നപ്പോൾ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നൈസായി അരിഞ്ഞിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും. ഞാൻ കുറച്ച് കട്ടിയിലാണ് അരിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വാടി കിട്ടി. എല്ലാം വാടിയതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല, ചിക്കൻ മസാല, ഇങ്ങനെ ഈ പൊടികളൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തീ കുറവാണ് ഇപ്പോൾ കത്തണത്. നിങ്ങൾ ഗ്യാസിൽ വയ്ക്കണമെന്ന് വെച്ചാൽ സിമ്മിലിട്ടിട്ട് ചെയ്യാം കേട്ടോ. പൊടി കരിഞ്ഞു പോകരുത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഞാൻ ചിക്കൻ ചേർത്തിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഗ്രേവി ഒന്ന് സെറ്റാകാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കനും കൂടി ചേർത്തിട്ട് ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പിടണമെങ്കിൽ ഉപ്പിടാം. നമ്മൾ സവാളയിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കറിയായിട്ടാണ് വെക്കണത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ കറക്റ്റല്ലേ നോക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കണത്, ഞാൻ തന്നെ വീഡിയോ എടുക്കണത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ എന്തായാലും ഉണ്ടാവും. ട്രൈപോഡും കാര്യങ്ങളൊന്നുമില്ല. ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കണത് കേട്ടോ. പിന്നെ ഫോണിൽ എത്രത്തോളം ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ശരിക്കും കളർ ഇങ്ങനെയല്ല, ഫോണിൽ ഇങ്ങനെയായിട്ട് കാണുകയാണ്. പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ നന്നായി വെന്ത് വരുമ്പോൾ എണ്ണ തെളിഞ്ഞിങ്ങനെ വരും. ആ സമയത്ത് കരിവേപ്പിലയും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറിൻ്റെ കൂടെ കഴിക്കുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇഞ്ചിയും പുളി വിളമ്പിയത് ഉണ്ണിയാണ് കേട്ടോ. അതാണ് അതിൻ്റെ കോലം ഇങ്ങനെ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. കുറേ കറികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂട്ടി ഞാനൊരു പിടി പിടിച്ചു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സിമ്പിളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.